Welcome to My School. My name is Shruti R. Menon, founder for My School Infant Care and Arts. My School Infant Care, it's a dream come true ആണ് എനിക്ക്. ഇത് ആക്ച്വലി ഫോം ചെയ്തത് എൻ്റെ ഒരു ജേർണി ഓഫ് എ മദർ ആണ്. ബിഫോർ മൈ സ്കൂൾ ഇൻഫൻറ്റ് കെയർ നമുക്കൊരു 10 years ഓഫ് പ്രീ സ്കൂൾ എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഇതും എൻ്റെ മദർ ജേർണിയും കൂടെ വെച്ചിട്ട് ക്ലബ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു യൂണിറ്റാണ് മൈ സ്കൂൾ ഇൻഫൻറ്റ് കെയർ യൂണിറ്റ്. സോ ഇതിന് മെയിനായിട്ടും എന്തിനാന്ന് വെച്ചാൽ മദേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയത് ഒരു ലേഡി വെൻ ഷീ ബിക്കംസ് എ മദർ, ആളുടെ ഏറ്റവും വലിയൊരു ഡെലിമ എന്താണ്? ആ മദർ ആൻഡ് കരിയറിൻ്റെ ഇടയ്ക്കുള്ള ഒരു ജേർണിയാണ്. കാരണം ഒരു സൈഡിൽ ബീങ് എ മദർ ഹാസ് എ ഗ്രേറ്റ് റോൾ ടു പ്ലേ ആൻഡ് വേറൊരു സൈഡിൽ നമ്മുടെ കരിയർ ഉണ്ട്. കരിയർ എങ്ങനെയാണ് നമ്മൾ ഇത്രയും നാൾ പഠിച്ച് നമ്മൾ നേടിയെടുത്ത ജോലി, നമ്മുടെ പ്രൊഫൈൽ, ഇതെല്ലാം ഒരു സൈഡിൽ. ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടിയ ഒരു മദറാണ് ഞാൻ. അതേപോലത്തെ ഒരുപാട് അമ്മമാരും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ ഒരു പ്രീ സ്കൂൾ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയത്, ആ ഒരു പ്രീ സ്കൂൾ സ്പേസിൽ നമുക്ക് ഇൻഫൻസിനെ നോക്കാൻ സാധിക്കില്ല. കാരണം അതല്ല ഇൻഫൻസിന് വേണ്ട റിക്വയർമെൻറ്റ്. കാരണം ഐ ഹാവ് ടേക്കൺ എൻ്റെ സ്വന്തം മക്കളെ സ്വന്തമായി നോക്കിയത് കൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഹൗ ഇമ്പോർട്ടൻറ്റ് ആ ഒരു സ്പേസസ്. അതായത് 6 months to 2.5 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് കുട്ടികളിൽ മാറ്റങ്ങൾ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് മദേഴ്സിന് മനസ്സിലാവും. 6 മാസം 6.5 ആവുമ്പോൾ വേറെ തന്നെ ഒരു രീതിയായിരിക്കും. 6.5 മാസമുള്ളൊരു കുട്ടി 7 മാസം വെറും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അവരിൽ വേറെ തന്നെ മാറ്റങ്ങളായിരിക്കും കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിയെ ഒരു സ്പേസിൽ നോക്കണമെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള ഒരു കറക്റ്റ് പാറ്റേൺ ആൻഡ് റുട്ടീൻ വേണം എന്നെനിക്ക് ഉണ്ടായിരുന്നു. നീന്തുന്ന കുട്ടി ഇരിക്കുന്ന കുട്ടി മുട്ടുകുത്തിയ കുട്ടി നടക്കുമ്പോൾ ആ കുട്ടികൾക്ക് എന്തെല്ലാമാണ് നമ്മൾ കൊടുക്കേണ്ടത്, അങ്ങനെ ഒരു സ്ഥലം ഒരു അമ്മയ്ക്ക് ആഗ്രഹമുള്ള എന്തെല്ലാമാണ് ഒരു കുട്ടിക്ക് വേണ്ടത്, അതെനിക്ക് ഒരു സ്ഥലത്ത് കൊടുക്കാൻ സാധിച്ച ഒരു അമ്മയുടെ കരിയറിനെയും അല്ലെങ്കിൽ അമ്മയുടെ മദർഹുഡിനെയും നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും. സോ ഞാൻ മനസ്സിലാക്കിയത്, ഒരു ഹാപ്പി ആയിട്ടൊരു ലേഡി മാത്രമാണ് ഒരു നല്ല മദർ ആവാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ത്രൂ ഔട്ട് അവിടെ ഒരു ചെറിയ ടിൻറ്റ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ എപ്പോഴും ഉണ്ടാവും. അതിപ്പം ജോലി വിട്ട് കുട്ടിയെ നോക്കിയാലും കുട്ടിയെ വിട്ടിട്ട് ജോലി ചെയ്താലും രണ്ടിലും നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആവും, ഇപ്പം നമുക്ക് പ്രോപ്പർ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ. സോ ആ സപ്പോർട്ട് സിസ്റ്റമാണ് മൈ സ്കൂൾ ഇൻഫൻറ്റ് കെയർ യൂണിറ്റ്. ഇവിടെ ഹോൾ കൊച്ചിയിൽ തന്നെ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് ഒരു ഇൻഫൻറ്റ് കെയർ വേറെ എവിടെയും കാണില്ല. അത് നിങ്ങൾക്ക് ഇവിടെയുണ്ട്. ഇവിടെ ഞങ്ങൾക്കൊരു ടീമുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് നമുക്കിവിടെ ഉള്ളത്. അറ്റ്മോസ്റ്റ് പ്രയോറിറ്റിയിൽ, അതായത് കുട്ടിയെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റൈറ്റ് ടൈം ടേബിളിൽ, റൈറ്റ് റൊട്ടീനിൽ, റൈറ്റ് ആക്ടിവിറ്റി ഫ്ലോർ എന്ന് പറയുമ്പോൾ അതിൽ ഇൻ്റലിജൻസ് ഉണ്ട്, സോഷ്യൽ ഉണ്ട്, പുറത്ത് ഫിസിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എല്ലാം ഇൻക്ലൂസീവ് ആയിട്ട് കുട്ടികൾ ഇവിടുന്ന് പോകുമ്പോൾ ഹെൽത്തി ആയിട്ടൊരു നല്ലൊരു ഹാബിറ്റോട് കൂടി ഇറങ്ങണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതുപോലെ ഞങ്ങൾക്കൊരു കരിക്കുലം ഡിസൈൻ ചെയ്യാനും സാധിച്ചു. അതിൽ ഞങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് 3 years ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഇവിടെ 6 months to 2.5 years കുട്ടികളെ മാത്രമാണ് എടുക്കുന്നത്. അതിൽ നമ്മൾ രാവിലെ ഏത് സമയത്താണ് കൊണ്ടുവിടുന്നത്? 8:30 to 5:30 ആണ് ഒരു സ്ലോട്ട്. 8:30 to 7 o'clock സെക്കൻഡ് സ്ലോട്ട് ഉണ്ട്. അതിൽ ഓരോ കുട്ടികൾ വരുമ്പോഴും അവർക്ക് നമുക്ക് മോർണിംഗ് ടിൽ ഈവനിങ് ഒരു റുട്ടീൻ ഉണ്ടാവും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ആദ്യം വരുന്നു കുട്ടികൾ സ്നാക്ക് ടൈം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ആക്ടിവിറ്റി ടൈം ഉണ്ടാവും. ഏകദേശം 10:30 to 12:30 വരെ അവരുടെ ആക്ടിവിറ്റി ടൈം ആയിരിക്കും. പിന്നെ അവരുടെ ലഞ്ച് കഴിഞ്ഞിട്ട് അവർ ഉറങ്ങും. അവർക്ക് 1-to-1 ക്രേഡിൽ ഫെസിലിറ്റിയാണ് ഇവിടെ കൊടുക്കുന്നത്. ഒരു കുട്ടി ഇവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ പേരിൽ ഒരു ക്രേഡിൽ നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രേഡിൽ പിന്നെ ആ കുട്ടി പോകും വരെ ആ കുട്ടി മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ സാധനങ്ങൾ, ഡയപ്പർ ബാഗുകൾ എല്ലാം ആ ക്രേഡിൽ തന്നെ വെച്ചിട്ട് ആ കുട്ടി അത് യൂസ് ചെയ്യും. അപ്പോൾ എന്താണ്, നമുക്ക് കുട്ടിക്ക് സുഖമില്ലെങ്കിലോ വേറൊരു കുട്ടിക്ക് അസുഖമുണ്ടെങ്കിൽ കൂടിയും അത് അവർക്ക് അന്യോന്യം പടരുകയോ അല്ലെങ്കിൽ അവർക്ക് അന്യോന്യം അസുഖങ്ങൾ വരാതെ നമുക്ക് നോക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ ഒരു പ്രൈം ഹൈജീനിന് വേണ്ടി ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫെസിലിറ്റി. സ്ലീപ്പ് ടൈം കഴിഞ്ഞതിന് ശേഷം ഓരോ കുട്ടിയും അവരവരുടെ പേസിലായിരിക്കും എഴുന്നേൽക്കുന്നത്. കാരണം ഓരോ കുട്ടിക്കും ഓരോ രീതിയിലുള്ള ഒരു സ്ലീപ്പ് റുട്ടീൻ ഉണ്ടാവും. ആ സ്ലീപ്പ്
സ്ലീപ്പ് റൊട്ടീൻ അനുസരിച്ച് നമ്മൾ ഫ്രീ ആയിട്ടായിരിക്കും കുട്ടികളെ എഴുന്നേൽക്കാൻ അനുവദിക്കുന്നത്. ആരെയും ഫോഴ്സ് ചെയ്ത് ഇന്ന ടൈം വരെ കിടത്തി ഉറക്കുക അല്ലെങ്കിൽ ഇന്ന ടൈമിൽ എഴുന്നേൽപ്പിക്കുക അങ്ങനെയില്ല. ആ കുട്ടി എഴുന്നേൽത്തതിന് ശേഷം പിന്നെ ഈവനിങ് റൊട്ടീനിന് ആൾക്ക് ചെറിയൊരു ആക്ടിവിറ്റി, ഫിസിക്കൽ ആക്ടിവിറ്റി, പുറത്തൊരു ഔട്ട്ഡോർ ആക്ടിവിറ്റി കൊടുക്കും. പിന്നെ അവർ ബാഗ് എടുത്ത് സെറ്റാവും. ഇതിനുള്ള വേറൊരു ഫെസിലിറ്റി എന്ന് വെച്ചാൽ ഓരോ അമ്മയ്ക്കും ഉള്ള ഒരു കൺസേൺ ആണ്, എന്താണ് എൻ്റെ കുട്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്തത്, കുട്ടി കഴിച്ചോ, കുട്ടി ഡയപ്പർ മാറിയോ, എന്താണ് ആ കുട്ടി ചെയ്തിട്ടുണ്ടാവുക എന്നൊരു കൺസേൺ ഉണ്ട്. ഈ ഒരു കൺസേൺ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡിവിജ്വൽ ലോഗ് ഷീറ്റ്സ് ഡെയിലി പ്രൊവൈഡ് ചെയ്യും. എന്താണ് ലോഗ് ഷീറ്റ്സ്? രാവിലെ തൊട്ട് വൈകുന്നേരം കുട്ടി ചെയ്ത ഓരോ ആക്ടിവിറ്റീസും, അതായത് കുട്ടി എത്ര നേരം ഉറങ്ങി, എത്ര ഭക്ഷണം കഴിച്ചു, എത്ര നേരം കളിച്ചു, എത്ര ഡയപ്പർ മാറി എന്ന എല്ലാ ഡീറ്റെയിൽസും ആ ലോഗ് ഷീറ്റ്സ് ഉണ്ടാവും. സോ ആ ഒരു ഫെസിലിറ്റിയിലൂടെ മദറിൻ്റെ മേജർ ഒരു കൺസേൺ, കുട്ടിയെപ്പറ്റി അൺഅവെയർ ആണോ ഞാനെന്ന് അറിയേണ്ട കുറേ കാര്യങ്ങൾ കുട്ടിയുടെ പേഴ്സണൽ ലോഗ് ഷീറ്റ് ഡെയിലി നോക്കിയാൽ ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ സാധിക്കും. ഓരോ ഏജിനും ഇപ്പോൾ 6 months തൊട്ട് അവർ ഓരോ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ആയിരിക്കും. അത് നിങ്ങൾക്കറിയാം, നമ്മൾ ആ കുട്ടികൾ അച്ചീവ് ചെയ്യണ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ഉണ്ട്. നീന്തുന്ന കുട്ടികൾ ഇരിക്കുന്നു, അതൊരു ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ്. ഇരിക്കുന്ന കുട്ടികൾ മുട്ടുകുത്തുന്നു, അടുത്ത ഡെവലപ്മെൻറ്റൽ സ്റ്റേജ്. അങ്ങനെ ഓരോ സ്റ്റേജ് എത്തുന്ന അനുസരിച്ച് അവർക്ക് വേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള അവരുടെ കണ്ണിനും കൈയിനും കാലുകൾക്കും അവരുടെ ഇൻ്റലിജൻസിനും ഒക്കെ വേണ്ട കുറേ ആക്ടിവിറ്റീസ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6 months കുട്ടികൾക്ക് നമുക്ക് കൂടുതലായിട്ടും അവർക്ക് ഇപ്പം നമ്മൾ പറയും ഐ ഹാൻഡ് കോർഡിനേഷൻ എന്ന് പറയും. അവരിപ്പോൾ ഫോർ എക്സാമ്പിൾ എത്ര ശ്രമിച്ചാലും ഒരു ടോയിനെ വേറൊരു ടോയുടെ മുകളിലേ വെക്കാൻ അവർക്ക് പറ്റില്ല. കാരണം അവർക്കിടെ കണ്ണും കൈയും അതേപോലെ എത്തണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ സ്റ്റോറീസ് വായിച്ച് കേൾപ്പിക്കും. കുറേ ടൈപ്പ് ഓഫ് നമുക്കിടെ വോക്കൽ വേരിയേഷൻസ് അവർ കേൾക്കണം. കാരണം നിറയെ സൗണ്ട്സ് കേൾക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ചെയ്യേണ്ട മോണ്ടിസോറി കുറേ ആക്ടിവിറ്റീസും ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബിൽഡിംഗ് ബ്ലോക്സ്, സ്റ്റാക്കിംഗ് ഗെയിംസ്, പിന്നെ അവർക്ക് വേണ്ട റൈറ്റ് അറ്റൻഷൻ കൊടുക്കണം. അതായത് ഓരോ കുട്ടികളും ഓരോ പോലെ ആയിരിക്കും. ഇപ്പം നമ്മൾ പറയും 6 months to 2.5 years എന്ന് പറയും. നമുക്ക് 1.5 to 2.5 years വരെ പ്രീ സ്കൂളിൽ ഇരുത്താം. ഇപ്പം മെജോറിറ്റി പ്രീ സ്കൂൾസിൽ നമ്മൾ പറഞ്ഞ ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അവിടെ ഒരു ഫ്രീ പ്ലേ മെത്തേഡ് ആയിരിക്കില്ല. അതായത് ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയറിൽ നമുക്ക് അവർക്ക് കൊടുക്കേണ്ട ഒരു പെർട്ടിക്കുലർ കരിക്കുലം മാത്രമേ കാണുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യണേ, ഓരോ കുട്ടിയും ഇൻഡിവിജ്വൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണേ. ഒരു കുട്ടി പഠിക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരു കുട്ടി പഠിക്കുക. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഒരു കുട്ടി പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാം, മറ്റേ കുട്ടി ചിലപ്പം ഗ്രാസ്പിങ്ങിൽ കുറവായിരിക്കും, പക്ഷേ ആൾ ആക്ടിവിറ്റീസിൽ മുന്നിലായിരിക്കും. അപ്പം 10 കുട്ടികളുണ്ടെങ്കിൽ 10 പേരെയും അവരുടെ പേസിലായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി പോകണം. ഇപ്പോൾ 2.5 years ഒരു 3 കുട്ടികൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ 3 പേരും അവരവരുടെ കഴിവുകൾക്ക് അനുസരിച്ചായിരിക്കും അവർ സ്കിൽഫുൾ ആയിട്ടുണ്ടാവുക. അപ്പം നമുക്കൊരിക്കലും ഇവിടെ ഒരു കമ്പൽഷൻ ഇല്ല. അതായത് ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ അവരെ ഫ്രീ ആയിട്ട് വിട്ടിട്ട് അവരുടെ പേസിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് അവരെ ഒരു ഒരു കുട്ടി എത്രമാത്രം കോൺഫിഡൻ്റ് ആയിട്ട് ഇറങ്ങാൻ പറ്റുമോ അതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന കുറേ പ്രോഗ്രാംസാണ് നമ്മൾ ഈ മോർണിംഗ് ആക്ടിവിറ്റി ടൈമിൽ ചെയ്യിപ്പിക്കുന്നത്. അത് ഏജ് വൈസ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇപ്പം നമ്മൾ ചെയ്യണം വിഷ്വൽ ഇമേജ് കുട്ടികളുടെ ഓരോ ഒബ്ജക്റ്റിൻ്റെയും ഓരോ കാര്യങ്ങൾ അവർ ചുറ്റും കാണുന്ന ഓരോ ഇമേജസും സ്ട്രോങ് ആക്കി അവർ ക്ലിയർ ആക്കി അവരുടെ മനസ്സിൽ പതിപ്പിക്കുക. അത് അവർ എവിടെ കാണുമ്പോഴും അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. അതിൽ വച്ചിട്ടാണ് ഫുൾ ടോട്ടൽ ലേണിംഗ് തന്നെ അവർ ഡിസൈൻ ചെയ്യണേ. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഏതൊരു അമ്മയും ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ലേണിംഗ് പ്രോസസ്സ് ഭയങ്കര എൻജോയിങ് ആയിരിക്കും. അവരൊരിക്കലും ഈ പഠിത്തത്തിനെ ഭയങ്കര ഒരു ബേർഡൻ ആയിട്ട് കാണില്ല. അവർക്ക് അതിനെ ഞാൻ മുന്നേ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇത് അറിയുന്നുണ്ട് എന്നൊരു കോൺഫിഡൻസിലായിരിക്കും അവരുടെ നോളജിനെ ബിൽഡ് ചെയ്യണത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ആക്ടിവിറ്റിക്ക് ഇത്രയും ഫോക്കസ് ഇവിടെ കൊടുക്കുന്നത്. സോ ഈ ഒരു സ്പേസിൽ കുട്ടികൾ വളരുമ്പോൾ അവർക്ക് എങ്ങനെയാണോ വീട്ടിൽ കിട്ടുന്നത്, വീട്ടിലെ അമ്മയുടെയും അമ്മൂമ്മയുടെയും അല്ലെങ്കിൽ അമ്മായി ചിറ്റന്മാർ അവരുടെ കൂടെയൊക്കെ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്റ്റാഫ്സ് ആണെങ്കിലും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള സ്റ്റാഫ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ ഇടയിൽ കിടന്ന് ഇവർ എല്ലാവരുടെയും കൂടെ സോഷ്യലി മിങ്കിൾ ചെയ്ത് അവർ ഷെയർ ചെയ്ത് പഠിക്കുമ്പോൾ അവരിൽ നല്ലൊരു ഹാബിറ്റും നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. മൈ സ്കൂൾ ഇൻഫൻറ്റ് കെയറിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ആഡ് ചെയ്ത അടുത്തൊരു ലെയർ ആയിരുന്നു മൈ സ്കൂൾ ആർട്സ്. അഗെയിൻ ഇത് എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസിൽ ആർട്ട് എന്തുമാത്രം ഒരു കുട്ടിയുടെയും അല്ലെങ്കിൽ ഒരു അഡൾട്ടിൻ്റെയും ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു അനുഭവിച്ച ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ആർട്സിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ
പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ആർട്സ് എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റാണ് ഒരു കുട്ടിക്ക് ഫോർ ലൈഫ് ലോങ് ആണ്. സോ ഐ ബിലീവ് ആർട്സിലൂടെ നമുക്ക് ഒരുപാട് എനർജി ചാനലൈസ് ചെയ്യാൻ പറ്റും, ഒരു റിതം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് കണക്കാക്കി ഞങ്ങൾ വേരിയസ് ഫോംസ് ഓഫ് ആർട്സ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആർട്ട് ക്ലാസ്സസ് നടത്തുന്നത് ഞങ്ങളല്ല, ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ആയിട്ട് എക്സ്പേർട്സിനെയാണ് ഞങ്ങൾ വച്ചിരിക്കുന്നത്. ഡാൻസ് ആണെങ്കിലും മ്യൂസിക്, തായ്ക്വോണ്ടോ, അബാക്കസ് ക്ലാസ് നടക്കുന്നുണ്ട്, ചെസ് ക്ലാസ് നടക്കുന്നുണ്ട്. ഇതെല്ലാം ആ ഫീൽഡിൽ ചാമ്പ്യൻസ് എന്ന് തന്നെ പറയാം. അത്ര എക്സ്പേർട്ടായിട്ടുള്ള കുറേ ടീച്ചേഴ്സിനെ ഞങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് അവരുമായി സംസാരിച്ച് ഞങ്ങൾക്ക് എന്താണോ ആഗ്രഹം കുട്ടികൾക്ക് കൊടുക്കാനും അഡൾട്ട്സിന് കൊടുക്കാനും ആഗ്രഹമുള്ള രീതിയിലാണ് ക്ലാസ്സസ് ഇവിടെ നടക്കുന്നത്. മൈ സ്കൂൾ ഇൻഫൻറ്റ് കെയർ ആൻഡ് ആർട്സിൻ്റെ കൂടെ ഞങ്ങളൊരു 3rd ലെയർ ആഡ് ചെയ്തു. അതാണ് മൈ സ്കൂൾ ട്യൂഷൻസ്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയൊരു ഫെസിലിറ്റിയാണ് അത്. കാരണം നമ്മളുടെ സ്കൂള് ഇറ്റ്സ് അണ്ടർ ടോട്ടൽ CCTV സർവേലൻസിലാണ്. നമുക്ക് നല്ല ഒരു ആംബിയൻസ് ഉണ്ട്, നല്ലൊരു ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ നമുക്ക് കുട്ടികൾക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ലേ ചെയ്യാൻ വേണ്ടി ഒരു ട്യൂഷൻ സപ്പോർട്ടും കൊടുത്താൽ എന്താ എന്നുള്ളൊരു തോട്ടിലാണ് വി സ്റ്റാർട്ടഡ് ട്യൂഷൻസ്. അപ്പോൾ ട്യൂഷൻസ് പോലും ഞങ്ങൾ ഒരുപാട് കുട്ടികളെ എടുത്തിട്ടുള്ള ട്യൂഷൻ സെൻറ്റർ പോലെ അല്ല. എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഒരു ചെറിയൊരു ഫൗണ്ടേഷൻ കുറവ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് മിസ്സായി പോയ ചെറിയൊരു പോർഷൻ കാരണം ആ കുട്ടിക്ക് ഫർദർ ഒരു ക്ലാസ് പഠിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കാതെ ഒരുപാട് കുട്ടികളുണ്ട്. ആ എന്താണോ ആ പ്രോബ്ലം അത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ കുട്ടിക്ക് റൈറ്റ് സപ്പോർട്ട് കൊടുത്താൽ പിന്നെ വരുന്ന ക്ലാസ്സുകൾ ആ കുട്ടികൾക്ക് ഈസി ആവും. ഇപ്പം നമുക്ക് കണ്ടുവരുന്നത് ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി ടൈമിൽ തന്നെ ഒരുപാട് ഇഷ്യൂസ് മദേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി പോസ്റ്റ്പാർട്ടം എന്നൊരു ടേം ഇപ്പോൾ എല്ലാവരും അവെയർ ആയിരിക്കും. അതൊരു മൈൻഡിൻ്റെ കണ്ടീഷനാണ്. നമുക്കത് ഓവർകം ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പം ആ പോസ്റ്റ്പാർട്ടം കൂടി മനസ്സിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ഇൻഫൻറ്റ് കെയർ ആൻഡ് ആർട്സ് ഡിസൈൻ ചെയ്തത്. കാരണം ഇൻഫൻറ്റ് കെയറിലൂടെ തന്നെ ആ അമ്മയ്ക്ക് ഒരു അഷ്യൂരിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും ദാറ്റ് ദ ബേബീസ് ആർ സേഫ് ഓവർ ഹിയർ. അതുകൂടാതെ പോസ്റ്റ്പാർട്ടം ഇഷ്യൂ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അമ്മമാരെ കുട്ടികളുടെ കൂടെ ഒരു 3-4 ഡേയ്സ് കൂടെ ഇരുത്തി അവർക്കൊരു സമാധാനം കിട്ടുന്ന രീതിയിൽ അമ്മമാർക്ക് ആ ഒരു പ്രോസസ്സിനെ ഉൾക്കൊള്ളാനുള്ളൊരു ഫേസും ഒരു നല്ലൊരു കൗൺസിലിംഗ് സപ്പോർട്ടും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആർട്സ് എന്നൊരു ഫെസിലിറ്റി അഡൾട്ട്സിന് ഓപ്പൺ ആണ്. അതിൽ അമ്മമാർക്ക് ബേബീസിനെ ഞങ്ങളുടെ അടുത്ത് ആക്കി ആർട്സ് പെർസ്യൂ ചെയ്യാം. കാരണം ആർട്സിലൂടെ ഈ പോസ്റ്റ്പാർട്ടം ഇഷ്യൂസ് ഓവർകം ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളും ഒരുപാട് ഫെസിലിറ്റീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിലൂടെ അമ്മമാർ ഒരുപാട് റിലാക്സ്ഡ് ആയിരിക്കും. അവർക്ക് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് അവർക്ക് അവരുടെ ജോലികളും അവരുടെ കാര്യങ്ങളും ചെയ്യാനുള്ള കുറച്ചൊരു മീ ടൈം എന്നൊരു പറഞ്ഞത് ഒരു ടേം ഇപ്പം വളരെ വളരെ ഫേമസ് ആണ്. അത് ഒരു അമ്മയ്ക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും.